കടലിന്റെ നീലിമയാർന്ന അഗാധതയിലേക്ക് നോക്കിയിരിക്കുന്ന ലോകപ്രശസ്തമായ ലിറ്റിൽ മെർമെയ്ഡ് എന്ന മത്സ്യകന്യകയുടെ കാഴ്ചകൾ പകർത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ എന്റെ യാത്ര. ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിലാണ് ലിറ്റിൽ മെർമെയ്ഡ് എന്ന മത്സ്യകന്യക. കോപ്പൻഹേഗന്റെ ലാൻഡ്മാർക്ക് എന്ന് വിളിക്കുന്ന ലിറ്റിൽ മെർമെയ്ഡ്, ഓൾഡ് ടൗണിലെ പഴയ കാറുകളുടെ പ്രദർശനം, ഡെൻമാർക്കിന്റെ സവിശേഷമായ ഡാനിഷ് കുതിരകൾ, 27th സ്ട്രീറ്റിലെ കാൾസ്ബർഗിന്റെ ഐസ് ബാർ എന്നിവയുടെ പകരം വയ്ക്കാനില്ലാത്ത കാഴ്ചകളാണ് ഇന്ന് എനിക്ക് പകർത്തേണ്ടത്. നഗര സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന കോപ്പൻഹേഗന്റെ നഗരവീഥികളിലൂടെയാണ് ഇപ്പോഴത്തെ എന്റെ യാത്ര. വശങ്ങളിലെ മരങ്ങൾ വളരെ ഭംഗിയായി വെട്ടി ഒതുക്കിയിരിക്കുന്നു. മഞ്ഞ കലർന്ന പച്ച നിറമുള്ള അവയുടെ ഇലകൾ തന്നെയാണ് ആ വൃക്ഷത്തിന് ചന്തം പകരുന്നത്. സാധാരണ ചെടികളാണ് ഇങ്ങനെ പ്യൂൺ ചെയ്തു നിർത്തുന്നത്. എന്നാൽ കോപ്പൻഹേഗനിലെ മരങ്ങളിലും അവ വെട്ടിയൊരുക്കി ഭംഗി വരുത്തുവാൻ ഇവിടുത്തെ ഗാർഡനർമാർക്ക് സാധിച്ചിരിക്കുന്നു. കോപ്പൻഹേഗൻ എന്ന 856 വർഷത്തെ പാരമ്പര്യം പേറുന്ന ചരിത്ര നഗരത്തിലൂടെയാണ് ഇപ്പോഴത്തെ എന്റെ യാത്ര. പ്രാദേശിക ഭാഷയിൽ കോപ്പൻ ഹെവൻ എന്ന പേരാണ് ലോകം പിന്നീട് കോപ്പൻഹേഗൻ എന്നാക്കി മാറ്റിയത്. കോപ്പൻ എന്നാൽ സ്വീഡിഷ് ഭാഷയിൽ തീരം എന്നാണ് അർത്ഥം. കടൽ തീരങ്ങളിലെ സ്വർഗം എന്നാണ് ഈ നഗരം പണ്ടറിയപ്പെട്ടിരുന്നത്. Very lovely green area on the right side here. The story behind is that it's Copenhagen's own city. സാംസ്കാരിക, സാമ്പത്തിക, സർക്കാർ സ്ഥാപനങ്ങൾ കൊണ്ട് നിറഞ്ഞ നഗരമാണ് കോപ്പൻഹേഗൻ. സദാ സന്തോഷത്തോടെ തീരങ്ങളിൽ നിന്നും തീരങ്ങളിലേക്ക് തിരക്കിട്ടു പോകുന്ന ജനങ്ങളുടെ നഗരം, സ്വതവേ ശൈത്യകാലം കൂടുതലുള്ള നഗരം, ഇതെല്ലാമാണ് ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗന്റെ സവിശേഷതകൾ. ഇങ്ങനെയുള്ള മനോഹരമായൊരു നഗരത്തിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കോപ്പൻഹേഗൻ എന്ന മഹാനഗരത്തിലെ ഓൾഡ് ടൗണിലൂടെയാണ് എന്റെ വാഹനം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. റൗണ്ട് ടൗൺ, റോറൻസ്ബർഗ് കാസിൽ, റോയൽ തിയേറ്റർ, റോയൽ അക്കാഡമി ഓഫ് ഫൈനാൻസ്, ഡാനിഷ് സുവർണകാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന നിയോ ക്ലാസിക്കൽ തിയേറ്റർ, ലിറ്റിൽ മെർമെയ്ഡ് എന്നിവയൊക്കെയാണ് ഓൾഡ് ടൗണിലെ പ്രധാനപ്പെട്ട കാഴ്ചവട്ടങ്ങൾ. കോപ്പൻഹേഗന്റെ ശില്പസൗന്ദര്യമായ ലിറ്റിൽ മെർമെയ്ഡ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് എന്റെ ഈ യാത്ര. എന്റെ ബസ് ലിറ്റിൽ മെർമെയ്ഡിന്റെ തീരത്ത് പതിയെ നിന്നു. അതാണ് ഞാൻ കാണാൻ കാത്തിരുന്ന മത്സ്യകന്യക, അഥവാ ഡെൻമാർക്കുകാരുടെ പ്രിയങ്കരിയായ ലിറ്റിൽ മെർമെയ്ഡ്. ശില്പത്തെ പൊതിഞ്ഞ് ധാരാളം സന്ദർശകർ. കോപ്പൻഹേഗന്റെ സൗന്ദര്യത്തെ ഒപ്പം ചേർത്തു നിർത്തി ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് സന്ദർശകരിൽ അധികവും. ചില യൂറോപ്യൻ രാജ്യങ്ങളിലെത്തുമ്പോൾ ലിറ്റിൽ മെർമെയ്ഡ് എന്ന പ്രതിമയുടെ ചിത്രവും അതിനു താഴെ കോപ്പൻഹേഗൻ എന്ന് എഴുതിയിരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ആ ചിത്രം കാണുമ്പോൾ സഞ്ചാരപ്രിയരായ എന്നെപ്പോലുള്ളവർക്ക് കോപ്പൻഹേഗൻ എന്ന സൗന്ദര്യ നഗരം കാണാൻ അറിയാതെ ആശിച്ചു പോകും. ഞാൻ 4 അടി പൊക്കത്തിൽ കൂറ്റൻ പാറയുടെ പുറത്തു നിർമ്മിച്ചിരിക്കുന്ന ലിറ്റിൽ മെർമെയ്ഡിന്റെ സുന്ദരമായ കാഴ്ചകൾ പകർത്തുന്നതിനായി നദീതീരത്തേക്ക് ഇറങ്ങി. കാലുകൾ രണ്ടും നദിയിലേക്ക് നീക്കിയിട്ടിരിക്കും വിധമാണ് ലിറ്റിൽ മെർമെയ്ഡിന്റെ ലാസ്യമായ ഇരിപ്പ്. ഫെയറിടെയിൽ കഥകളിലെ മത്സ്യകന്യകമാരുടെ ഒരു വിദൂര ഛായ. ആയിരത്തി 1909 ലിറ്റിൽ മെർമെയ്ഡ് എന്ന ഈ ശില്പത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. സോഫ്റ്റ് ഡ്രിങ്ക് വ്യവസായത്തിലൂടെ ലോക വ്യാപാര ശൃംഖലയിൽ 1ാം സ്ഥാനത്തെത്തിയ കാൾസ്ബർഗിന്റെ പുത്രനായ കാൾ ജാക്കബ്സനാണ് ഈ കാണുന്ന പ്രശസ്തമായ ശില്പത്തിന്റെ നിർമ്മാണത്തിന് തുടക്കക്കാരൻ. എലൻ രാജകുമാരിയുടെ മനോഹരമായ മുഖമാണ് മത്സ്യകന്യകയ്ക്ക് നൽകിയിരിക്കുന്നത്.
ലോകമുറ്റുനോക്കുന്ന തന്റെ പ്രതിമയ്ക്ക് രാജ്ഞിയുടെ മുഖം തന്നെ തെരഞ്ഞെടുത്തതാകട്ടെ മത്സ്യകന്യകയുടെ ശില്പിയായിരുന്ന എഡ്വേർഡ് എറിക്സൺ തന്നെ. 1909 ശില്പനിർമ്മാണം ആരംഭിച്ചെങ്കിലും ലിറ്റിൽ മെർമെയ്ഡ് ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടത് 1913 ഓഗസ്റ്റ് 23-നാണ്. ശില്പത്തിന്റെ നിർമ്മാണത്തെ ചൊല്ലി നിന്ന ചില വിവാദങ്ങളാണ് നിർമ്മിതി ഇത്രയും വർഷം ഇഴഞ്ഞു നീങ്ങാൻ കാരണം. ശില്പം മത്സ്യകന്യകയുടേതിന് സമാനമാണെന്നും അർദ്ധനഗ്നാവസ്ഥയിലാണ് ശില്പം നിർമ്മിക്കുന്നതെന്നും മനസ്സിലാക്കിയ രാജകുമാരി എലൻ മോഡൽ സ്ഥാനത്തു നിന്നും പതിയെ പിൻവാങ്ങി. ശില്പിയായിരുന്ന എഡ്വേർഡ് എറിക്സൺ എന്തു ചെയ്യണമെന്നറിയാതെ വലഞ്ഞ കാലം. എഗ്രിമെന്റ് ചെയ്തിരുന്ന പണത്തിന്റെ 3/4 ഭാഗവും നേരത്തെ തന്നെ കൈപ്പറ്റിയിരുന്നതിനാൽ ശില്പനിർമ്മാണത്തിൽ നിന്നും പിൻവാങ്ങാനും എഡ്വേർഡിനായില്ല. ഒടുവിൽ അതുതന്നെ സംഭവിച്ചു. എഡ്വേർഡ് സ്വന്തം ഭാര്യ എലൻ എറിക്സനെ മോഡലാക്കി ലിറ്റിൽ മെർമെയ്ഡ് എന്ന ലോകപ്രശസ്തമായ ഈ ശില്പത്തിന്റെ പണി പൂർത്തീകരിച്ചു. ലോകപ്രശസ്തങ്ങളായ എല്ലാ വലിയ നിർമ്മിതികളുടെയും പിന്നിൽ ഇത്തരത്തിൽ കണ്ണീരിന്റെ നനവുള്ള ഒരു കഥയുണ്ടാകും. നമ്മുടെ വെണ്ണക്കൽ ശില്പമായ താജ്മഹൽ തന്നെയാണ് അതിന് മകുടോദാഹരണം. സ്കാൻഡിനേവിയൻ രാജ്യമായ ഡെൻമാർക്കിന്റെ തലസ്ഥാനം കോപ്പൻഹേഗന്റെ ലാൻഡ്മാർക്കാണ് ലിറ്റിൽ മെർമെയ്ഡ് എന്ന മത്സ്യകന്യക. ഡാനിഷ് ഭാഷയിൽ ഡെൻ ലില്ലി ഹാഫർ എന്നാണ് ഈ മത്സ്യകന്യകയെ അറിയപ്പെടുന്നത്. അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ, ബ്രസീലിന് ക്രൈസ്റ്റ് ദ റെഡീമർ പോലെ ഡെൻമാർക്കിന് എടുത്തു പറയാവുന്ന ഔന്നിത്യമാണ് ലിറ്റിൽ മെർമെയ്ഡ് എന്ന ലോകപ്രശസ്തമായ മത്സ്യകന്യകാ ശില്പം. ഞാൻ ആവേശത്തോടെ ശില്പത്തിന്റെ അരികിലേക്ക് വീണ്ടും വീണ്ടും നടന്നു. നല്ല വഴുക്കൻ പാറകൾ, വീശിയടിക്കുന്ന കാറ്റ്, പാറക്കെട്ടുകളുടെ മുകളിൽ കയറി നിന്നുകൊണ്ടും വഴുക്കൻ പാറകൾ തെന്നി നടന്നുകൊണ്ടും ഞാൻ പല ഭാഗത്തു നിന്നായി ലിറ്റിൽ മെർമെയ്ഡിന്റെ പരമാവധി കാഴ്ചകൾ പകർത്താൻ ശ്രമിച്ചു. കാറ്റിലാടി പറക്കുന്ന മുടിയഴക് ആ വിദേശ വനിതയുടെ സൗന്ദര്യത്തിന് 10 മാറ്റു നൽകുന്നു. കറുത്ത വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ശില്പ സൗന്ദര്യം ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ അങ്ങനെ അനാവൃതമായി നിൽക്കുന്നു. സൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തി നിൽക്കുന്നതിനാൽ ശില്പത്തിന്റെ കറുപ്പ് നിറം പതിയെ ചാരനിറത്തിന് വഴിമാറിയതുപോലെ. ലിറ്റിൽ മെർമെയ്ഡ് എന്ന മത്സ്യകന്യകയുടെ പിൻഭാഗത്തെ കാഴ്ചകൾ കാണാനായി പാറകളുടെ മുകളിൽ ചവിട്ടി തെന്നി വീഴാതെ പതിയെ ആ ശില്പത്തിന്റെ പിൻഭാഗത്തെത്തി. അവിടെ നിന്നുകൊണ്ട് മത്സ്യകന്യകയുടെയും സമീപത്തെ ആളുകളുടെയും കാഴ്ചകൾ ഒരു പാനിംഗ് ഷോട്ടിൽ ഒതുക്കി നിർത്തി. സന്ദർശകരെല്ലാം എന്തുകൊണ്ടോ നല്ല ആവേശത്തിലാണ്. കോപ്പൻഹേഗന്റെ ലാൻഡ്മാർക്ക് കാണാനും അതിനെ സ്വന്തം ക്യാമറയിൽ ഒതുക്കാനും നാട്ടിലെത്തുമ്പോൾ ആ ചിത്രങ്ങളെല്ലാം സുഹൃത്തുക്കൾക്ക് കാട്ടിക്കൊടുക്കാം എന്ന ആവേശത്തിലാണ് ഇവരിൽ പലരും. സാഗര സൗന്ദര്യത്തിന്റെ നീലിമയിൽ ഇളം കാറ്റേറ്റ് ചൂടും തണുപ്പുമേറ്റ് ലിറ്റിൽ മെർമെയ്ഡ് എന്ന മത്സ്യകന്യക ഇങ്ങനെ സഞ്ചാരികൾക്ക് സന്തോഷം പകർന്നുകൊണ്ട് ഇവിടെ വിശ്രമിക്കുന്നു. എന്റെ ബസ് ലിറ്റിൽ മെർമെയ്ഡ് എന്ന മത്സ്യകന്യകയുടെ സൗന്ദര്യത്തിൽ നിന്നും പതിയെ കോപ്പൻഹേഗനിലെ കാൾസ്ബർഗിന്റെ ഐസ് ബാറിന്റെ ലോകത്തേക്ക് പതിയെ യാത്ര തുടങ്ങി. ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ കാൾസ്ബർഗ് ബിയർ പാർലർ കാഴ്ചകളാണ് ഇനിയുള്ളത്.